മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ നിംസ് ഓങ്കോളജി വിഭാഗത്തിലൂടെ. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. Alive Event Management and Catering Service, Head Office Calicut, Main Branch Vandoor. വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ. വാണിയമ്പലത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പകുതി ഭാഗവും കുഴിയായതിനാൽ യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കുന്നതിന് വേണ്ടി റോഡിൽ നിൽക്കേണ്ട അവസ്ഥയാണെന്നും സ്കൂൾ തുറക്കാനുള്ള സമയം അടുത്തിരിക്കെ പ്രവൃത്തി പൂർത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പർ എൻ ദസാബുദ്ദീൻ റസാബ് പറഞ്ഞു. വളരെ പ്രശ്നത്തിലും പ്രയാസത്തിലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ് വാണിയമ്പലം. ഇവിടെ ഒരു 3:30 മണിക്ക് ഗേറ്റ് അടച്ചാൽ വളരെ അധികം ബ്ലോക്കിലും അതുപോലെ തന്നെ വളരെ പ്രയാസത്തിലും പ്രശ്നത്തിലുമാണ് ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടുന്നത്. ഒരു ചുരുങ്ങിയത് നമുക്കൊരു ഹോസ്പിറ്റൽ ചൊറ വരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്കായി കഴിഞ്ഞാൽ മിനിമം ഒരു വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിൽ വരെ എത്തിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് ഈ വാണിയമ്പലം ടൗണിലെ ഈ ബ്ലോക്ക്. അതുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എത്രയും പെട്ടെന്ന് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് മാത്രമാണ് ഇതിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ വളരെ ഈ 4-ാം തീയതി 3-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ സ്കൂളുകൾ തുറക്കുകയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടും. ഇതൊക്കെ പഴയ ഒരു മങ്ങ പാടാണ്. ഈ പാടത്തിൽ ഇതേമാതിരി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥന്മാർ എത്രയും പെട്ടെന്ന് ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അത് പിന്നെ മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് ഇത് തീരുമാനമെടുക്കണം മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കാളിക്കാവ് റോഡ് പണി നടക്കുന്നത് ഇതുവഴിയുള്ള ഗതാഗത കുരുക്കിന് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഗേറ്റ് അടക്കുമ്പോൾ വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. റോഡിൽ വലിയ കുഴി കൂടിയതോടെ വാഹനങ്ങളുടെ വരി കിലോമീറ്ററുകൾ നീളും. അടുത്തിടെ നിലമ്പൂർ ഷൊർണൂർ പാത വൈദ്യുതീകരിച്ചപ്പോൾ വാഹനങ്ങളുടെ ഉയരം നിയന്ത്രിക്കുന്നതിന് ഗേറ്റിന് ഇരുവശത്തും താൽക്കാലിക കമാനം സ്ഥാപിച്ചിരുന്നു. സ്ഥിരമായി കമാനം നിർമ്മിക്കാനാണ് കുഴിയെടുത്തതെന്നും പറയുന്നു. 2 ആഴ്ച മുമ്പാണ് കുഴിയെടുത്തത്. പിന്നീട് ഇതുവരെ പണി നടന്നിട്ടില്ല. റെയിൽവേ ഉദ്യോഗസ്ഥർക്കും PW ഉദ്യോഗസ്ഥർക്കും പണി നീളുന്നതിനെക്കുറിച്ച് വ്യക്തമായ കാരണം പറയാനില്ല. മഴ തുടങ്ങിയതോടെ കുഴിയുടെ ഇരുഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇടിയാനും സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, വാണിയമ്പലം. വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ.